ജനാധിപത്യത്തിൽ ജനാധിപത്യ രാജ്യം അംഗീകരിച്ചിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തെ നിയമങ്ങൾ, ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതായത് നമ്മുടെ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആകെ കൊടുത്തിട്ടുള്ള ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളും ഉത്തരവാദിത്വങ്ങളും അത് ബോധ്യപ്പെടുത്തുകയും ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ, വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഭരണകൂടം പ്രവർത്തിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാഗമായി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ. നമ്മളങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തും ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിലും മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എഴുത്തുകാരും ഒക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്, ഈ നാടിന് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ ഇത് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു നമ്മുടെ റേഡിയോ ഒഴിച്ചു നിർത്തിയാൽ അതിനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് ജനങ്ങളെ സ്വാധീനിക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയുന്നില്ല. മറ്റത് കാണുകയും കേൾക്കുകയും ഒക്കെ കാണുകയാണ്. ദൃശ്യചാരുതയിൽ ഇവർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട ചില ചാനലുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ചെയ്യുന്ന അഭിനയം, തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഒരു അഭിനയമാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ അഭിനയിക്കുകയാണ്. ഇപ്പോ സിനിമാ നടന്മാര് അവര് പണത്തിനും അതുപോലെ തന്നെ ചില ലക്ഷ്യങ്ങൾക്കും വേണ്ടി അവര് പ്രമേയം ഉണ്ടാക്കുന്നു, സിനിമ ഉണ്ടാക്കുന്നു, അഭിനയിക്കുന്നു. ഏതാണ്ട് അതേ പരുവത്തിൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ അവരുടെ പ്രവർത്തനം പോകുന്നുണ്ട്. നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ നടക്കുന്ന ഈ സംഭവങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമയാവട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങളിൽ പോലും 3-4 പേര് ചേർന്നിരുന്നുകൊണ്ട് ചർച്ചയാണ്. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം നടന്നു. അങ്ങനെയുള്ള സംഭവങ്ങളിൽ ചർച്ച ചെയ്യുന്നതോ ഈ മാധ്യമത്തിന്റെ 4 ആൾ ഇരിപ്പുണ്ടെങ്കിൽ ഈ 4 പേരും ഒരാള് മത തീവ്രവാദ സംവിധാനത്തിന് വേണ്ടി വക്താവാകുന്നു, വേറൊരാള് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാകുന്നു, വേറൊരാള് വേറൊരു രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുന്നു. ഇവരെന്തിനാണ് ഈ ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്നത്? അവരുടെ ഡ്യൂട്ടി അതല്ലല്ലോ. രാജ്യത്തെ സമൂഹം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതല്ല. അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ നിയമങ്ങളും രാജ്യത്തെ അവകാശങ്ങളും ജനങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ അവർ ഈ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ശാക്തീകരിക്കുന്ന പ്രവർത്തനമാണ് അവർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് അവർ അഭിനയിക്കുകയാണ്.